ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബ്ലൗസ് സ്റ്റോൺ ഉപയോഗിച്ച് എങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ 2 തരത്തിലുള്ള സ്റ്റോണ്, ഗോൾഡൻ ബീഡ്സ്, പിന്നെ അതിന് വേണ്ട ഗമ്മ്, നൂല് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് ഗോൾഡൻ ബീഡ്സും വൈറ്റ് ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, അങ്ങനത്തെ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്, ബീഡ്സ് അല്ല, സ്റ്റോൺ കേട്ടോ. പിന്നെ അതൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അതിനെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുല്യ അകലത്തിൽ നെക്കിലും സ്ലീവിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എങ്ങനെ വെക്കാമെന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്, പശ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ടാപ്പിൽ 1 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ തുല്യമായിട്ട് 1 ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് നമ്മൾ മാർക്കിംഗ് പെൻസിൽ കൊണ്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം ആ പശ വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് പശ വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിൽ ആ ഗോൾഡൻ സ്റ്റോണാണെന്ന് വെച്ചാൽ ഗോൾഡൻ അല്ലെങ്കിൽ വൈറ്റ് ഏതായാലും നമുക്ക് ആ സ്റ്റോൺ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഒരു ഗോൾഡനും ഒരു വൈറ്റും ആയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരേതല്ല കൊടുത്തിരിക്കുന്നത്, ഒന്ന് മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ അതിനൊന്ന് ഉണങ്ങാൻ വെക്കുക കേട്ടോ. അപ്പോൾ പശയൊക്കെ ഒന്ന് ഉണങ്ങി പിടിച്ച് അതിലൊന്ന് ടൈറ്റായി നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അടന്ന് വരില്ല. അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ചെയ്യണത് അടിയിൽ നൂല് വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് കൊത്തിയെടുത്തതിന് ശേഷം 9 ബീഡ്സാണ് കേട്ടോ. 9 ഗോൾഡൻ ബീഡ്സാണ് നമ്മളതിൽ എടുത്തിരിക്കുന്നത്. 10 നമ്മൾ കോർത്തു, എന്നിട്ട് അതൊന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ള ബീഡ്സ് വർക്കൊക്കെ വെച്ച് നമ്മൾ നെക്കിൻ്റെ ഡിസൈനുകൾ, അതുപോലെ തന്നെ ബ്ലൗസ് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് എന്നിവയൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പുതിയ മോഡലുകൾ, ലെഹങ്ക തയ്ക്കുന്നത്, സ്ലീവിൻ്റെ ഡിസൈന്, അതൊക്കെ നിങ്ങളൊന്ന് ചാനൽ കാണാത്തവരാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നിങ്ങൾ കയറിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ അപ്ലൈ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. എന്നാലാണ് നമ്മൾ വീഡിയോസുകളൊക്കെ ഇടുന്നത് ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മൾ കടയിൽ തിരക്കുള്ള സമയങ്ങളിൽ നമുക്ക് ഇടാൻ പറ്റണില്ല. എന്നാലും നമ്മൾ ഒരുവിധമുള്ള എല്ലാ ദിവസങ്ങളിലും ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആ 9 ബീഡ്സ് വെച്ചിട്ട് അതിൽ 10 കണ്ടു അങ്ങനെ ചുറ്റി നോക്കുക. അപ്പം നിങ്ങൾക്ക് ചുറ്റി നോക്കുമ്പോൾ അതിൽ എത്ര എണ്ണം, ഇപ്പോൾ ഒരെണ്ണം അധികമായി ലൂസാണെന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒന്ന് എടുക്കുക. ആ ഒരെണ്ണം അധികമാണ് ഇപ്പോൾ അതിൽ. അപ്പോൾ അതിന് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ കുത്തിയിട്ട് കണ്ടോ, ആ തിരിച്ച് കുത്തുമ്പോൾ തന്നെ ആ ഗോൾഡൻ ബീഡ്സ് വരുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ അത് പറഞ്ഞു തരുന്നത്. ആണ്ടോ, അങ്ങനെ നമ്മൾ കുത്തിയെടുത്തിട്ട് താഴേക്കൊന്ന് കുത്തിയെടുക്കുക. അതായത് നമ്മൾ എവിടെ നിന്നാണോ താഴ്ന്ന് മുകളിലേക്ക് കുത്തിയെടുത്തത് അതേ ഇതിൽ തന്നെ ചെയ്യണം കേട്ടോ. ഒരുപാട് അകലത്തിൽ കുത്തിയരുത്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അത് ഫിനിഷിങ്ങിൽ കിടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിൻ്റിൽ തന്നെ നമ്മൾ കുത്തിയെടുക്കുക. അപ്പോൾ എന്നിട്ടതിന് ശേഷം നമ്മൾ ആ കൈ കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. കണ്ടോ, എന്നതിന് ശേഷം നമ്മൾ ആ റൗണ്ട് സ്റ്റോണല്ല പിടിപ്പിച്ചിരിക്കുന്നത്, ചതുരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കോണുവശത്തും ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഒന്ന് തുന്നിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പശ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പശ വെച്ചിട്ട് വെച്ചാൽ നമ്മളത് പശ ഉണങ്ങുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റോൺ മാത്രം ഒട്ടിച്ചതിന് ശേഷം ഇത് നമ്മൾ കൈ കൊണ്ട് തുന്നി പിടിപ്പിക്കുന്നത്. കൈ കൊണ്ട് തുന്നി പിടിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിനൊരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ ബീഡ്സ് കോർത്തിട്ട് എങ്ങനെ അത് കൂടുതൽ ടൈറ്റായി നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ അവസാനം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് പറയുന്നതായിരിക്കും. നമ്മളെ വീഡിയോ അത് ഫുള്ളായി കാണുക. അപ്പോൾ നമുക്ക് ഫുള്ളായി കാണുമ്പോൾ നമ്മൾക്കത് പറഞ്ഞിരിക്കും. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ ഓരോ വശത്തും നമ്മൾ അതിനൊന്ന് 4 വശത്ത് 4 മൂലയിൽ കൊടുത്താൽ തന്നെ അത് ടൈറ്റായി നിൽക്കും. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഈ ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോവിലിട്ടിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്ലോവിലിട്ടിട്ട് നിങ്ങൾ കാണുക കേട്ടോ. വീണ്ടും കാണുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾ ഈ ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മളെ വീഡിയോസുകൾ നമ്മൾ ഇതിലിടുന്നുണ്ട്, ഒരുപാട് വീഡിയോസുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ബ്ലൗസിലും പിന്നെ ചുരിദാറിലും കുട്ടികളുടെയും ഒക്കെ ട്രഡീഷണൽ വെയർ ഡ്രസ്സിലേക്കും ഒക്കെ നമുക്ക് ഈ പാർട്ടി വെയർ ഡ്രസ്സിലേക്കൊക്കെ ഇതിൻ്റെ ഈ ഇങ്ങനത്തെ മോഡലുകളൊക്കെ നമുക്ക് ബീഡ്സുകൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ്ടോ 9 എണ്ണം കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. 9 എണ്ണം അത് ഒരെണ്ണത്തിൽ കൂടിയും കുറഞ്ഞും എടുക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ആ 9 എണ്ണം തന്നെ എണ്ണീറ്റ് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവ് മൊത്തം ചെയ്യുക, നെക്കും അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ടും അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ഗോൾഡൻ ബീഡ്സൊക്കെ നമുക്ക് പിന്നെ ഡിസൈൻ ചെയ്യാണ്ടത് നമുക്ക് കസ്റ്റമർ ഇത്രേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്യാന്ന് വെച്ചാൽ അതിൽ നെക്കിൻ്റെ സ്ലീവിൻ്റെ അതിൽ ഇങ്ങനെ ഓരോ ഗോൾഡൻ ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊരു മോഡേൺ ആയിട്ട് മാറും, അട്രാക്ഷനായിട്ടുള്ള അടിപൊളി ബ്ലൗസായിട്ട് മാറും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. കണ്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുപോലെ കണ്ടിന്യൂ ആയിട്ട് കറക്റ്റായി ചെയ്യുക, അകലം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗോൾഡൻ ബീഡ്സ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ അകലം കുറച്ച് ചെയ്യുക, അതിനെ കൂട്ടിയിട്ടൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് അതിൻ്റെ ഓരോ മോഡലിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ മതി എന്ന് പറയുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? നിങ്ങളത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതുപോലെ നമുക്കൊക്കെ തുടർന്ന് എല്ലാ ഭാഗത്തും ആ കയ്യിൻ്റെയും ഇതിൻ്റെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ ടിപ്സ് പറഞ്ഞതിൽ ആ ടിപ്സാണ് ഇപ്പോൾ ചെയ്യണത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. നമ്മൾ ആ ഗോൾഡൻ കോർത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ നൂല് ടൈറ്റാവും. അപ്പോൾ ടൈറ്റായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ അമർത്തി കൊടുത്തിട്ട് ഒന്ന് തുന്നൂടും ചെയ്താണ്ടല്ലോ അത് ഭയങ്കര ഒരു ലൂസായിട്ട് നൂല് ഇതായിട്ടോ ബീഡ്സ് ഇതായിട്ടോ ഒന്നും നിൽക്കില്ല, ടൈറ്റായി നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ബീഡ്സുകൾ കോർക്കുമ്പോൾ അതൊന്ന് തിരിച്ച് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ട് സ്ലോവിലോ കണ്ടിട്ട് ശേഷം ചെയ്യുക. കണ്ടില്ലേ, നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഇതിലും അങ്ങനെ തന്നെ വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസുകൾ പിന്നെ നമ്മൾ ചുരിദാറിൻ്റെ കട്ട് ബീഡ്സിൻ്റെ പുതിയ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് ആ വീഡിയോസുകളൊക്കെ കാണും. എങ്ങനെയുണ്ട് നമ്മൾ ബ്ലൗസ് കണ്ടോ? നമ്മളെല്ലാം വൃത്തിയായി ഒരേ അകലത്തിൽ ചെയ്ത് വെച്ചപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് വൃത്തിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ ബ്ലൗസ്? ഇഷ്ടമായിച്ചാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിലിട്ടാൽ നമ്മൾ അതിനുള്ള മറുപടി തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ബ്ലൗസ് ഡിസൈന്? അപ്പം ഇനി നമുക്ക് കട്ട് ബീഡ്സിൻ്റെ ഒരു ചുരിദാറിൻ്റെ ഡിസൈനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വശത്ത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്, മറ്റേ വശത്ത് നമ്മൾ സാരി പ്ലേറ്റ് ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇനി പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. ശരി എന്നാ.